വെൽക്കം ടു PSC പ്രാക്ടീസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പഠിച്ച പുസ്തകങ്ങൾ നോക്കിയിട്ട് സന്തോഷത്തോടെ എനിക്കൊരു അഭിമാനം തോന്നുന്നു ഇത് കാണുമ്പോൾ. കാരണം ഇത്രയും പുസ്തകങ്ങൾ പഠിച്ചതിന് എനിക്കൊരു ഫലം ഉണ്ടായി. നല്ലൊരു ജോലിയിൽ കയറാൻ സാധിച്ചു, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ സാധിച്ചു. അതേപോലെ തന്നെ സ്വന്തമായി ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാനും അത് നേടിയെടുക്കാനും ഒക്കെ കഴിഞ്ഞു. അതിനൊക്കെ എനിക്ക് ഫലമായി നിന്നത് എൻ്റെ ജോലിയാണ്. അതിന് എഫേർട്ട് എടുത്ത് ഈ പുസ്തകങ്ങൾ പഠിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു അഭിമാനമാണ് ഇത് കാണുമ്പോൾ, ഞാൻ പഠിച്ചെടുത്തല്ലോ എന്നെനിക്ക്. പക്ഷേ ഈ പുസ്തകങ്ങൾ കണ്ട് നിങ്ങൾ പേടിക്കരുത്. കാരണം ഇത്രയും പുസ്തകങ്ങളൊക്കെ പഠിക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മളൊരു ബിഗിനർ ആവുമ്പോൾ, ഒരു തുടക്കക്കാരി ആവുമ്പോൾ ഇതിനേക്കാൾ നല്ല കുറച്ചും കൂടി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആ ബുക്കിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി കൂടും. അപ്പോൾ നമ്മൾ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നതിൽ പിശുക്ക് കാണിക്കില്ല. കാരണം ഇത് പഠിച്ചാൽ, ഇതിലുള്ള കണ്ടൻറ്റ് പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ളൊരു ഫീലിംഗ് തോന്നുമ്പോൾ നമുക്ക് വാങ്ങിക്കാനുള്ളൊരു ത്വര കൂടും. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചെടുത്ത കുറച്ച് പുസ്തകങ്ങളുണ്ട്. ചിലത് വളരെ യൂസ്ഫുൾ ആയതുകൊണ്ട്, ചിലത് വേണ്ടാത്തതായിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് കഴിഞ്ഞൊരു ജോലിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഈ പുസ്തകങ്ങളൊന്നും വാങ്ങിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങളിൽ എണ്ണമൊന്നും നിങ്ങൾ നോക്കരുത്. പക്ഷേ ഈ കാണുന്നതൊക്കെ ഞാൻ പഠിച്ചെടുത്തതാണെന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു. ഒരുപാട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇതിലിറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം ഒരു ഡിഗ്രി പഠിച്ച ഒരു കുട്ടി പിന്നീട് പോകുന്നത് ഒരു ഹയർ സ്റ്റഡീസിനൊക്കെ ആയിരിക്കും. ഞാൻ PSC തിരഞ്ഞെടുത്തപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്, സങ്കടം വന്നിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. PSC ഒക്കെ ഒരുപാട് തവണ എഴുതിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് ഉച്ചത്തോടെ കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിത് കിട്ടിയപ്പോൾ, ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്കിത് കിട്ടിയപ്പോൾ വലിയ സന്തോഷം തോന്നി. എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയി. ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, അതിന് പഠിച്ചതിന് ഉപകാരം ഉണ്ടാവും, എനിക്ക് കിട്ടും എന്ന്. അന്ന് ഞാൻ എന്ത് കോൺഫിഡൻസിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് യാഥാർത്ഥ്യമാകുമ്പോൾ വലിയ സന്തോഷം. കണ്ടോ, ഇതൊക്കെ ഞാൻ ചെയ്ത ഫയലുകളാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയുന്ന പോലെ ഓരോ ഫയൽ ചെയ്യുമ്പോഴും വലിയ സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് പഠിച്ച് അത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഉത്തരവാദിത്വബോധവും അപ്പോൾ ആത്മാർത്ഥതയും കാണിച്ചാൽ നല്ലൊരു നമുക്ക് ജോലിയിൽ നന്നായിട്ട് തിളങ്ങാനും സാധിക്കുന്നും കൂടി എനിക്ക് മനസ്സിലായി. ശരിക്കും ജോലി നേടുന്നതിന് മുമ്പ് ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വില കൽപ്പിക്കാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. ജോലി നേടിയതിന് ശേഷം നമ്മളോട് ചില തീരുമാനങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഒപ്പീനിയനും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ശരിക്കും ഒരു മാറ്റം കൺമുന്നിൽ കാണാൻ സാധിച്ചു. പിന്നെ നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ വാങ്ങിക്കാം എന്നതിലുപരി നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ജോലി കിട്ടിയ ആദ്യത്തെ ഓണത്തിന് വീട്ടിലെല്ലാവർക്കും ഞാൻ ഡ്രസ്സ് ഇതൊക്കെ വാങ്ങിക്കൊടുത്തു. അതൊക്കെയാണ് ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. ചെറുപ്പത്തിൽ നമുക്ക് വാങ്ങിത്തരുന്ന പോലെയാണ് വലുതാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കുമ്പോഴുള്ള സന്തോഷം എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചത്. ഇങ്ങനെ ഓരോ ചെറിയ മൊമെൻറ്റ്സ്. പക്ഷേ ഇന്ന് നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താലേ അതൊക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ കുറച്ച് കാലം അതൊക്കെ മാറ്റി വെച്ചിട്ട്, നമ്മുടെ എൻജോയ്മെൻറ്റൊക്കെ മാറ്റി വെച്ച് നല്ലപോലെ പഠിച്ചാൽ നമുക്ക് ഇതുപോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാം. നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ലായിരുന്നു. കാരണം പൊതുവെ ഞാൻ എല്ലാം ഒഴിവാക്കാറുണ്ട്. അടുത്തൊരു റിലേറ്റീവിൻ്റെ പോയാൽ കൂടി നീ ഇങ്ങനെ PSC പഠിച്ചുകൊണ്ട് നടന്നോ, ബാക്കിയുള്ളവരുടെയൊക്കെ കല്യാണമായി, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് ജോലി കിട്ടിയാൽ മതി, അങ്ങനെയാണ് ഞാൻ പറയാറുള്ളത്. നമ്മുടെ തീരുമാനത്തിൽ നമ്മൾ തന്നെ ഉറച്ചു നിൽക്കണം. അവരങ്ങനെ പറയണു പറഞ്ഞിട്ട് നമ്മൾ സാഡാവരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ നമ്മൾ പുഷ് ചെയ്യണം. നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ സ്വയം അധ്വാനിക്കണം. ഈ സമയത്തൊക്കെ നല്ല ചൂടാണ്. ഞാൻ നട്ടുച്ചയ്ക്ക് വരെ ഇരുന്നിട്ട് പഠിച്ചിട്ടുണ്ട്. വേർത്തൊലിക്കുന്ന സമയത്തും പഠിച്ചിട്ടുണ്ട്. തണുത്ത സമയത്ത് രാത്രി ഇരുന്നിട്ടും പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നല്ല കംഫർട്ട് ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടല്ലേ, നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. നിങ്ങൾ പഠിച്ച് ഒരു ജോലി നേടുമ്പോൾ ഉറപ്പായിരിക്കും. ജോലി നേടുക പറഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചതൊന്നുമല്ല നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ.
വ്യത്യാസം ഉണ്ടാവും. ആർക്കും ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. ഇതുപോലെ ഫയലുകൾ നിങ്ങൾ അടുക്കി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ജോലിയിൽ കുറച്ച് ആത്മാർത്ഥതയൊക്കെ കാണിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കംഫർട്ട് സോണിലേക്ക് മാറണമെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ച് വാങ്ങി. ഇപ്പോൾ 40 വയസ്സുള്ള 43 വയസ്സ് വരെയൊക്കെ എഴുതാം OBCക്കാർക്ക്. അപ്പോൾ 40 വയസ്സ് ജനറൽ. അപ്പോൾ അവർക്കൊക്കെ കുറച്ചും കൂടി സമയം നടന്നിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലി നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.